ഇതാണ് ആ ദൃശ്യങ്ങൾ. രാജീവ് പ്രസാദ് BJPയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുന്നു. ഈ വിഷയത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? ക്ഷേത്ര അധികൃതർ ഈ വിഷയത്തിൽ അപ്പോൾ എന്ത് നിലപാടാണ് എടുത്തത്? ഇക്കാര്യത്തിൽ ഇനി നിങ്ങളുടെ തുടർനീക്കം എന്തായിരിക്കും? അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാന പ്രകാരവും കൂടിയാണ്, ക്ഷേത്ര കമ്മിറ്റിയും കൂടി അറിഞ്ഞാണ് അവിടെ അത്തപ്പൂ ഇട്ടത്. ക്ഷേത്ര കമ്മിറ്റി പോലീസിന് നേരത്തെ പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവർത്തകർ സ്റ്റേഷനിൽ ചെല്ലുകയും പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് അവരുടെ അത്തപ്പൂക്കളം ഒരുക്കിയത്. അപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട് പോലീസ് രാത്രി 10 മണി വരെ അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അവിടെ ഈ അത്തപ്പൂ ഇടുന്ന സമയത്ത് നിൽപ്പുണ്ടായിരുന്നു. രാവിലെ വന്നതിന് ശേഷം അവർ പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയേക്കുന്ന അവിടെ അങ്ങനെ അത്തപ്പൂ ഇടാൻ പാടില്ല, നീക്കിയില്ലെങ്കിൽ ഞങ്ങൾ വണ്ടി അതിൽ ആ അത്തപ്പൂ ഇട്ടേക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിലൂടെ അവരുടെ പോലീസ് വാഹനം കയറ്റുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പ്രവർത്തകരെടുത്ത് പറഞ്ഞേക്കുന്ന അത്തപ്പൂക്കളം മാറ്റണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് ഈ ഓണക്കാലമാണ്, അത്തപ്പൂ ഇടുന്നതിന് എല്ലാവരും അത്തപ്പൂ ഇടാറുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കെല്ലാം അഭിമാനമായ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിന്റെ പേരിൽ അത്തപ്പൂക്കളം മാറ്റണം എന്ന് പറയുമ്പോൾ അത് മാറ്റാൻ അവിടുത്തെ പ്രവർത്തകർ തയ്യാറായിട്ടില്ല. അപ്പൊ ഇത് രണ്ട് പട്ടാളക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അവർ കേസ് എടുത്തേക്കുന്നത്. ഏതാണ്ട് 25ഓളം കണ്ടാൽ അറിയാവുന്നവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അവർക്കെതിരെ ശക്തമായ സമര പരിപാടി വെക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ 8-ാം തീയതി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. BJPയുടെ നീക്കം അങ്ങനെയാണ് ഉണ്ടാവുന്നത്. എന്തായാലും കൊല്ലത്ത് ക്ഷേത്രമുറ്റത്ത് പൂക്കളമിട്ടത് പൂക്കളത്തിൻ്റെ ഭാഗമായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രേഖപ്പെടുത്തിയതാണ് ഈ വിവാദം. ഇത് ഇന്ത്യ ഭരിക്കുന്നത് താലിബാനോ കേരളം ഭരിക്കുന്നത് താലിബാനോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് BJP വലിയ പ്രതിഷേധ പരിപാടി ഇക്കാര്യത്തിൽ സംഘടിപ്പിക്കുന്നത്. അരുൺ, ഒരു കാര്യം, BJP സംസ്ഥാന തലത്തിൽ ഇതൊരു വലിയ പ്രശ്നമായി ഏറ്റെടുക്കുകയാണെന്ന് തോന്നുന്നു. കാരണം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രേഖപ്പെടുത്തിയതിനെതിരെ എന്തിന് പോലീസ് ചോദ്യം ചെയ്യണമെന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. BJPയുടെ നീക്കം എന്താണ്? രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ട്. ഇത് ദേശീയ തലത്തിനെതിരെ കൊണ്ടുപോവുക BJP നീക്കമാണോ? സ്വാഭാവികമായ ഒരു ശ്രമം ഉണ്ടാകും. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണം, ഈ കേസ് പിൻവലിക്കണമെന്നൊരു ആവശ്യമാണ് അവർ BJP ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയനും മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടത് ഇത് രാജ്യദ്രോഹവും ലജ്ജാകരവുമായ നടപടിയാണ്. FIR ഉടൻ പിൻവലിക്കണം. അതാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു പ്രതിഷേധമോ ഒന്നും ഈ ഘട്ടത്തിൽ BJP പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ സ്വാഭാവികമായും ഈ കേസ് പിൻവലിക്കാതെ മുന്നോട്ട് പോയാൽ അതൊരു വിഷയമായി BJP ഏറ്റെടുക്കാനും ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടാനും ഒക്കെ സാധ്യതയുള്ള ഒന്നായി തന്നെയാണ് ഇതിനെ കാണേണ്ടത്. BJP ഇതിനെ ഏറ്റെടുക്കുകയാണ്. ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്തായാലും ക്ഷേത്രമുറ്റത്ത് പൂക്കളമൊരുക്കിയതാണ് ഇങ്ങനെയൊരു വിവാദം ഉണ്ടാക്കിയത് എന്നതാണ് സാഹചര്യം. പോലീസ് എന്തിനു നടപടിയെടുത്തു? ആദ്യം ഈ ക്ഷേത്ര പൂക്കളത്തിനെയൊക്കെ അനുകൂലിച്ചിരുന്ന പോലീസ്, പൂക്കളമിടുന്നതിനൊപ്പം നിന്നിരുന്ന പോലീസ് പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയപ്പോൾ മാത്രം അതിനെ കേസെടുക്കുക, കലാപശ്രമത്തിന് കേസെടുത്തു എന്ന ആക്ഷേപമാണ് BJP ഉന്നയിക്കുന്നത്. സംസ്ഥാനത്ത് ഒരു പുതിയ വിവാദം ഉയരുകയാണ്. ക്ഷേത്രമുറ്റത്ത് പൂക്കളമൊരുക്കി അവിടെ ഓപ്പറേഷൻ സിന്ദൂർ എഴുതി എന്നതിന് RSS പ്രവർത്തകർക്കെതിരെ കേസെടുത്തു, RSS BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്തു എന്നതാണ് ആരോപണം. ഈ വിഷയത്തിലാണിപ്പോൾ വലിയ വിവാദം ഉയരുന്നത്. കൊല്ലത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. K. അനിൽകുമാർ CPM സംസ്ഥാന സമിതി അംഗം ചേരുന്നു. ശ്രീ അനിൽകുമാർ, താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഈ സംഭവം വന്നിരുന്നോ? ഇതിന് പിന്നിൽ സംഭവിച്ചത് എന്താണ്? അല്ല, ഓപ്പറേഷൻ സിന്ദൂറും തിരുവോണമായിട്ട് എന്താ ബന്ധമെന്ന് മനസ്സിലായിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ രാജ്യത്തെ പൊതുവിൽ എല്ലാവരും അഭിനന്ദിക്കുന്ന, സൈന്യത്തോടൊപ്പം നിൽക്കുന്നൊരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങളെ വിവാദത്തിലേക്ക് കൊണ്ടുവന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക എന്നതാണ് BJP വിഭജന രാഷ്ട്രീയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഓണം അതിനുള്ള അവസരമല്ല. അതുകൊണ്ട് കേരളത്തെ കീഴടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഓണത്തിന്റെ ഐക്യത്തെ തകർക്കാൻ ഇത്തരം ചില ബിംബങ്ങളുമായി വരും. ഓപ്പറേഷൻ സിന്ദൂർ അതിൻ്റെതായ അവസരങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ പൊതു മാതൃകയായി, മുദ്രയായി എല്ലാവരുടെ ഐക്യം ഉണ്ടാക്കാൻ ഉയർത്തിപ്പിടിക്കേണ്ടത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ക്ഷേത്രത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്ഷേത്രം അനാഥമല്ലല്ലോ, അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. അവിടുത്തെ ചടങ്ങിന്റെ ഭാഗമായിട്ടൊരു കാര്യമല്ല. കുറെ പേര് അനധികൃതമായിട്ട് അവരുടേതായ നിലയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്നു. അതിനോട് അവിടെ തന്നെ വിയോജിപ്പുണ്ടാവുന്നു. നിയമപരമായ അക്കാര്യങ്ങളിൽ അധികാരത്തിൽ ചുമതലയുള്ളവർ അത് അനധികൃതമായി ചെയ്ത കാര്യങ്ങൾ അനധികൃതമാണ് എന്ന് ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു. ഇത് ഹൈക്കോടതിയും കൃത്യമായ അക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആചാരപരമായ കാര്യങ്ങളാണ് അമ്പലത്തിൽ നടക്കേണ്ടത്. ഇത് ആചാരപരമായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അമ്പലത്തിൽ നടക്കുന്നൊരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അങ്ങനത്തെ ആചാരം ഇവിടെ ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുമില്ല.
ഇതെല്ലാം വിവാദത്തിലാക്കാൻ സംഘപരിവാറിന് താല്പര്യമുണ്ട്. ശരി, ഓണവും ഓപ്പറേഷൻ സിന്ദൂറും തമ്മിൽ ബന്ധമുണ്ടാവില്ല. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിൻ്റെ പേരിൽ കേസ് എടുക്കുന്നതിൻ്റെ ഔചിത്യം, അതാണ് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം. ഒരു പക്ഷേ അതിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളും മറ്റ് പ്രതിഫലങ്ങളും അവിടെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ പോലീസിന് ഇങ്ങനെ കേസെടുത്ത് പോകാൻ എങ്ങനെ കരുതും? കലാപശ്രമം എന്ന വകുപ്പുകളടക്കം ചുമത്തിയെന്നാണ് കേൾക്കുന്നത്. അതെ, അവിടെയാണ് ഞാൻ പറയുന്നത്. ഈ പൂക്കള ഇട്ട സ്ഥലം ഇട്ടവരുടെ തറവാട്ട് മുറ്റമല്ലല്ലോ, അതൊരു പൊതുക്ഷേത്രമല്ലേ. ആ ക്ഷേത്രം ഒരു പൂക്കള് നമുക്കറിയാത്ത. അപ്പൊ അനധികൃതമായി കുറെ പേര് അവിടെ കയറുന്നു, അവരുടേതായ ക്ഷേത്രം അവർ ചെയ്യുന്നു, എന്നിട്ട് അവർ ഓപ്പറേഷൻ സിന്ദൂറാന്ന് പറയുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ വിവാദത്തിലാക്കാൻ സംഘപരിവാറിന് ശ്രമമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് സംഘപരിവാരത്തിന്റെ അല്ല, RSSന്റെ ആഫീസിൽ നിന്ന് വിട്ടിട്ടല്ല ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയത്. ഇന്ത്യൻ പട്ടാളമാണ്, ഇന്ത്യൻ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ പട്ടാളം അഭിമാനകരമായി നിർവഹിച്ചൊരു കൃത്യത്തെ RSSനും BJPക്കും എന്താണ് വ്യക്തി താല്പര്യം? രാജീവ് ചന്ദ്രശേഖരൻ എന്താ അതിന്റെ കാര്യം? ഓപ്പറേഷൻ സിന്ദൂർ രാജീവ് ചന്ദ്രശേഖരൻ്റെതാണ്. ദയവായി താങ്കൾ ഒന്ന് തുടരുക, തിരക്കല്ലെങ്കിൽ ദയവായി ഒന്ന് തുടരുക. ശ്രീ RV ബാബു നമുക്കൊപ്പമുണ്ട്, ഹിന്ദു ഐക്യവേദി. ശ്രീ RV ബാബു, ക്ഷേത്രമുറ്റത്ത് അതിനൊരു സംവിധാനമുണ്ട്, അവിടെ എന്തിന് അതിക്രമിച്ചു കയറി ഇങ്ങനെ ഒരു പൂക്കളമിട്ട് അവിടെ രേഖപ്പെടുത്തി എന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്താണ് താങ്കളുടെ മറുപടി? ഈ ക്ഷേത്രമുറ്റത്ത് പൂക്കളമിടുക, ക്ഷേത്രമുറ്റത്ത് ഭജന ചൊല്ലുക, ക്ഷേത്രം ആരാധിക്കുക, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടപ്പുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഓപ്പറേഷൻ സിന്ദൂർ എഴുതി വെച്ചതാണ് അവർക്ക് വലിയ പ്രകോപനമായത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രകോപനം ഉണ്ടാകുന്ന തരത്തിലുള്ള കുറെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ വിജയം, ഈ രാജ്യത്തിന്റെ നേട്ടം, അഭിമാനം, അതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദഹിക്കാത്ത കാര്യമാണ്. അവരെല്ലാ കാലത്തും ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് എതിരെ നിന്ന ഒരു പാരമ്പര്യമാണുള്ളത്. ഇപ്പൊ പഹൽഗാമിലെ ആക്രമണമൊക്കെ ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ബലാക്കോട്ടിലെ ഭാരതത്തിന്റെ തിരിച്ചടി ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകുമ്പോൾ ഒക്കെ ഭാരതത്തിന്റെ അഭിമാനകരമായ നേട്ടങ്ങളെ ഇകഴ്ത്തി കാണിക്കാനും വൈദേശിക രാജ്യങ്ങളുടെ അതേ ശബ്ദത്തിൽ അല്ലെങ്കിൽ അവരുടെ നാവായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, പണ്ട് ചൈനീസ് യുദ്ധകാലത്ത് ഈ പറയുന്ന ചൈനയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി നിന്നതിന്റെ പേരുദോഷം ഇപ്പോഴും പാർട്ടി പേറിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ നേതാക്കന്മാര് പലരും അറസ്റ്റിലായത്, നെഹ്റുവിന്റെ സർക്കാരിന്റെ കാലത്ത് പാർട്ടിയുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തത് ചൈനയുടെ പക്ഷം പിടിച്ച് സംസാരിച്ചതിനും ചൈനയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി നിന്നതിന്റെ പേരിലാണ്. ശരി, RV ബാബു ദയവായി ഒന്ന് തുടരുക. ശ്രീ അനിൽകുമാർ, നിങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് അതിക്രമിച്ചു കയറി എന്ന് ആരോപിച്ചാണോ, മറിച്ച് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതാണോ പോലീസിന് ഈ കേസെടുക്കാനുള്ള കാരണമായി മാറിയത്? അല്ല, ഈ ഒരു കേസിനെ കുറിച്ച് ഞങ്ങൾക്ക് പോലുമില്ല. ഞാൻ ചാനലിൽ കണ്ടത് മനസ്സിലാക്കിയത് ജനൻ TV ആണല്ലോ ഇപ്പൊ ഇതുമായിട്ട് ഇറങ്ങി തിരിച്ചത്. നിങ്ങളുടേത് ജനൻ TV ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, വേറെ ഏതോ TV നിങ്ങളുടേത്. താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ജനൻ TV ഇത്ര ഒരു ഇതായിട്ട് ഇറങ്ങിയത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അമ്പലത്തിന്റെ മുറ്റത്ത് കുറെ പേര് അതിക്രമിച്ച് കയറി നിൽക്കുന്നതാണ്. അപ്പൊ അവിടെ പരാതികൾ വന്നു. ക്ഷേത്രത്തിന് ഉടമസ്ഥന്മാരുണ്ടല്ലോ, ഇവിടെ RB ബാബു പറയുന്ന പോലെ അനുവാദം വാങ്ങിയിട്ടുണ്ട്, അനുവാദത്തിന്റെ കടലാസ് കാണിച്ചാൽ മതിയല്ലോ, പിന്നെ കേസ് ഉണ്ടാവുകയല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അമ്പലമുറ്റത്താണെങ്കിലും പൂക്കളം ഇടുക എന്ന് പറയുമ്പോൾ ആരാ പൂക്കളം ഇടേണ്ടത്? 7 പാർട്ടിക്കാർ പോയി അവിടെ പൂക്കളം ഇടണോ? ഇതിപ്പോ RSSകാരും BJPക്കാരും പൂക്കളം ഇടാൻ പോയെന്നല്ല ഇപ്പൊ ഈ ന്യായീകരണത്തിൽ മനസ്സിലാക്കിയത്. എല്ലാ പാർട്ടിക്കാരും അവർക്ക് ഇഷ്ടപ്പെട്ട മുദ്രയായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണോ? പൂക്കളം ഇടുകയാണോ? ഈ ക്ഷേത്രം ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് എന്താ ബന്ധം? ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടേതല്ലേ, ഇന്ത്യൻ മതനിരപേക്ഷതയുടെ അല്ലേ? അവിടെ പാകിസ്ഥാന്റെ പട്ടാള ഭരണാധികാരിക്ക് വെള്ളക്കൊട്ടാരത്തില് വിരുന്നു കൊടുത്ത മോദി ട്രംപിന്റെ പുറകെ നടക്കുകയാണ് കേട്ടോ. മോദി, എന്നെ ഒന്ന് വിളിക്കാമോ അമേരിക്കയിലേക്ക്? നടക്കില്ലേ? കഴിഞ്ഞ ദിവസം ചൈനയുടെ ചെങ്കൊടിയുടെ കീഴെ പോയി നിൽക്കുന്ന കണ്ടല്ലോ. ഞങ്ങൾ ചൈനക്കാരന്മാരാ. ഇതൊക്കെ പറയാനാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ പേര് വെച്ചത്. ഇവിടെ വിഭജനം ഉണ്ടാക്കുകയാണ്. ഓണക്കാലത്ത് വിഭജനം ഉണ്ടാക്കാൻ നടക്കുന്ന ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയമാണ് BJPയും രാജീവ് ചന്ദ്രശേഖരൻ നടക്കുന്നത്. പിന്നെന്താ ഐക്യവേദിയോ? എന്താ ഐക്യവേദി? ഹിന്ദു ഒന്നാണ്, പിന്നെ ഐക്യവേദി എന്തിനാ? താങ്കൾ ദയവായി തുടരുക. ഈ പൂക്കളമിട്ട വ്യക്തി സെൻലാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സെൻലാൽ, താങ്കളുടെ നേതൃത്വത്തിലുള്ളവരായിരിക്കുമല്ലോ ഈ പൂക്കളമിട്ടത്. നിങ്ങൾക്ക് അനുമതി ഉണ്ടായിരുന്നോ അവിടെ ഈ പൂക്കളമിടാൻ? അതെ, നമ്മള് സാധാരണ എല്ലാ തിരുവോണ നാളുകളിലും അവിടെ അത്തപ്പൂക്കളം ഇടാറുള്ളതാണ്, പതിവുള്ളതാണ്. അതുപോലെ തന്നെ നമ്മള് ഇന്നലെ എല്ലാവരോടും ഒരുമിച്ച് അത്തപ്പൂക്കളം ഇട്ടു. അതിന്റെ കൂട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എഴുതി.
അപ്പൊ അത് അവിടുത്തെ കമ്മിറ്റിക്കാര് ഇടപെട്ടിട്ട് ചില രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള ഒരു അതിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചിട്ടാണ് അവര് പെരുമാറിയത്. അതായത് അവർക്ക് ആ ഓപ്പറേഷൻ സിന്ദൂര് മായ്ക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് അവർ ഉന്നയിച്ചത്. താങ്കൾ അടക്കമുള്ളവർ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമായിട്ടാണോ അവിടെ ഇത്തരമൊരു കൂട്ടായ്മ? സംഘടനയുടെ ഭാഗം ക്ലിയർ ആയില്ല, ഒന്നുകൂടെ ഒരിക്കൽ കൂടി. സംഘടനയുടെ ഭാഗമായിട്ടാണ് എല്ലാ പ്രാവശ്യവും അവിടെ ഇടുന്നത്. ഏത് സംഘടനയാണ്? നമ്മുടെ നിലവിൽ അവിടെ RSSന്റെ ശാഖയുണ്ട്. അപ്പൊ ശാഖയുടെ പ്രവർത്തകരാണ് അവിടെ എല്ലാ പ്രാവശ്യവും പൂക്കൾ ഇടാറുള്ളത്. പിന്നെ കൂട്ടത്തിൽ അവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടാറുണ്ട്. അപ്പൊ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായ പൂക്കളത്തിൽ ഇത്തവണ എഴുതി വെക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം? ഇല്ല, അത് നമ്മുടെ രാജ്യത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും ധീരമായിട്ടുള്ള ഒരു പ്രവർത്തനമല്ലേ, അപ്പൊ അതിനെ സൂചിപ്പിക്കുന്നതുകൊണ്ട് മാത്രമേ എഴുതുന്നുള്ളൂ. ഓക്കെ. പിന്നീട് ഇത് പൂക്കളം ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് പോലീസിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നോ? പൂക്കളം ഇട്ടതിന് ശേഷമാണ് അവർ കമ്മിറ്റിക്കാർ ഇടപെട്ട് സ്റ്റേഷനിൽ വിളിച്ചു പറയും, അവർക്ക് സമ്മർദ്ദം കൊടുക്കുകയും അവരെത്തുകയൊക്കെ ചെയ്തത്. ഓക്കെ. അതായത് എത്തി നിങ്ങളോട് പോലീസ് എന്താണ് ആവശ്യപ്പെട്ടത്? അത് ഓപ്പറേഷൻ സിന്ദൂർ, ഈ പൂക്കളം മൊത്തം മായ്ക്കണം എന്നാണ് അവർ പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന എഴുതിയിരിക്കുന്നത് മായ്ക്കണം എന്നാണ് കമ്മിറ്റിക്കാരുടെ ആവശ്യം. അപ്പൊ അത് മുൻവർഷങ്ങളിൽ നിങ്ങൾ മുൻവർഷങ്ങളിൽ പൂക്കളം ഇടുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവാറില്ല, അങ്ങനെയാണോ? ഇല്ല, ഉണ്ടാവാറില്ല. അനുമതിയൊന്നും വാങ്ങിയല്ല മുൻവർഷങ്ങളിൽ വിടാറുള്ളത്, ഇത്തവണയും അങ്ങനെ ഉണ്ടായില്ല, അങ്ങനെയല്ലേ? അങ്ങനെ പ്രത്യേകിച്ച് അനുമതിയുടെ ആവശ്യമില്ല സാർ. അവിടെ ഒരു സ്വാഭാവികമായിട്ടും ക്ഷേത്രത്തിന്റെ പുറത്താണ് തീർന്നെടുത്ത് സാധാരണ എല്ലാ പ്രാവശ്യവും ഒരു കുറച്ച് യുവാക്കൾ ഇടാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ക്ഷേത്രത്തിന് പുറത്തെന്ന് പറഞ്ഞാൽ ക്ഷേത്ര കോമ്പൗണ്ടിന്റെ പുറത്താണോ അതോ ക്ഷേത്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്താണോ? ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിന്റെ പുറത്താണ്. അതായത് ക്ഷേത്ര സ്ഥലമല്ല, ക്ഷേത്രത്തിന്റെ ഭാഗമേ അല്ലാത്ത സ്ഥലമാണ്. ക്ഷേത്രത്തിന്റെ ഭാഗമാണോ എന്ന് വെച്ചാൽ അതിന്റെ കവാടമാണ്. ക്ഷേത്രത്തിന്റെ പരിസരം, അതായത് ക്ഷേത്രഭൂമിയിൽ തന്നെ. ഓക്കെ, ക്ലിയർ. ഓക്കെ. അതെ. അപ്പൊ മുൻവർഷങ്ങളിൽ ഇങ്ങനെ ഏതെങ്കിലും അതുമായി ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലും സന്ദേശം നൽകുകയോ അങ്ങനെയോ മറ്റോ ഓണാശംസകൾക്കപ്പുറം നടത്തിയിട്ടുണ്ടോ മുൻവർഷങ്ങളിലോ? അതെ. ഇല്ല. അപ്പൊ ഇത്തവണ ഈ സിന്ദൂർ എന്നിട്ട് എഴുതിയത് മാത്രമാണോ പ്രകോപനത്തിന് കാരണമായത്? അതെ. എന്താ ഈ ക്ഷേത്ര ഭരണസമിതി ഇങ്ങനെ വരുന്നതുമായി ബന്ധപ്പെട്ട് മുമ്പ് എന്തെങ്കിലും തർക്കം അവിടെ RSSന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടോ? അവിടെ നിലവില് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഈ ക്ഷേത്രത്തിൽ സംഘടനകളുടെ പ്രവർത്തനത്തിന് നിയന്ത്രണം ഹൈക്കോടതി ഉത്തരവടക്കം ഉണ്ട്, നിലവിൽ ചില നിയന്ത്രണങ്ങളുണ്ട്. അതാ ഞാൻ ചോദിച്ചത്, അത്തരം നിയന്ത്രണങ്ങൾ നിങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിട്ടില്ലേ? സംഘടനാപരമായ ഒരു സൂചനകളോ ഒന്നും അവിടെ അത്തപ്പൂക്കളത്തില് ഉണ്ടായിരുന്നില്ല. നമ്മള് സാധാരണ രീതിയിലുള്ള പൂക്കളാണ് ഒരുക്കിയത്. അതിന്റെ കൂടെ ഓപ്പറേഷൻ സിന്ദൂർ നാടിയതേ ഉള്ളൂ. ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത്, ക്ഷേത്രത്തിന്റെ ഭൂമിയിൽ RSSന്റെ ശാഖ പ്രവർത്തിക്കുന്നുണ്ടോ ഇപ്പോൾ അവിടെ? ഇല്ല. ക്ഷേത്രത്തിന്റെ ഭൂമിയിലല്ല, അത് സ്വകാര്യ ഭൂമിയിലാണ്. ശരി. ദയവായി താങ്കളും തുടരുക. ശ്രീ അനിൽകുമാർ, ഇതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. മുൻ വർഷങ്ങളിലും ഞങ്ങൾ പൂക്കളം ഇടാറുണ്ട്, അന്നൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇത്തവണയും പൂവ് ഇട്ടു, പക്ഷേ അവിടെ ഓപ്പറേഷൻ സിന്ദൂറിന് എഴുതിയപ്പോൾ മാത്രമാണത് വിവാഹത്തിന് ഇടവെച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന് എഴുതുന്നത് അത്ര വലിയ മതസ്പർദ്ധ ഉണ്ടാക്കുമോ? വർഗീയ കലാപമാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയാണ്?